കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോട്ടയം ബ്രദർസഭ ദൈവദാസന്മാർ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഗൂഗിൾ മീറ്റിങ്ങിലൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിൽ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യ സഹോദരീ സഹോദരന്മാർ, സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാർ, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഈ 4 ക്ലാസ്സുകൾ എടുക്കുവാൻ ദൈവം തന്ന കൃപയോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും അവസരം അനുവദിച്ചു തന്ന ദൈവസഭയോട് ബഹുമാന്യ ദൈവദാസന്മാരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ പ്രാരംഭത്തിൽ വാക്കുകളിലൂടെ അറിയിക്കുന്നു. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് തരാൻ വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വലിയ ധൈര്യം. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കാം. നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ വിഷയം ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തു, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം. ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മഹാജ്ഞാനിയായ സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തിൽ തെസ്സലോനിക്ക വിശ്വാസികളെക്കുറിച്ച് വളരെ വ്യക്തമായി ശക്തീകരണം നൽകി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരാണ്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. കാരണം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, സ്നേഹിക്കപ്പെടുന്നവരാണ്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവർ ദൈവമക്കളായി തീരുവാൻ കാരണം ദൈവത്തിൻ്റെ മഹാസ്നേഹത്താലാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നു. ആ വലിയ സ്നേഹം ആസ്വദിച്ചവരാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ്. അങ്ങനെയെങ്കിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരുടെ പ്രത്യേകത എന്താണ്? ശ്രേഷ്ഠമായ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അത് തെസ്സലോനിക്ക വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് നാം പഠിക്കുന്നത്. അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത, അവർ മാതൃകാ ജീവിതം നയിച്ചവരായിരുന്നു. വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയോടെ ജീവിച്ചു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 6-7 വാക്യങ്ങൾ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും ക്രിസ്തുവിനും അനുകാരികളായി തീർന്നു. അതുകൊണ്ട് മക്കദോന്യയിലും അഖായിലും മാത്രമല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയുള്ളവരായി തീർന്നു. ഏതെല്ലാം വിഷയങ്ങളിലാണ് അവർ മാതൃകയുള്ളവരായി തീർന്നത്? നമ്മൾ ചിന്തിച്ചു. 1, അവർ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുന്ന കാര്യത്തിൽ, വിശ്വസിക്കുന്ന കാര്യത്തിൽ, ദൈവവചനം അനുസരിക്കുന്ന കാര്യത്തിൽ, അവരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അവർ മാതൃകയുള്ളവരായിരുന്നു. 2-ാമത്തെ അവരുടെ പ്രത്യേകത, അവർ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവജനം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ മാതൃകയുള്ളവരായിരിക്കുന്നു. ഇനി 3-ാമത്തെ അടിസ്ഥാന സത്യം, അവരുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചു. ആ വിധത്തിൽ മാതൃകയുള്ളവരായിരുന്നു. ഈ 3 വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി 4-ാമത്തെ വിഷയം, ഈ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരുടെ 4-ാമത്തെ പ്രത്യേകത, അവർ കൂട്ടു സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കും, അഭിമാനം കണ്ടെത്തുന്നവരായിരിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലെ 9-ഉം 10-ഉം വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലെ 9-ഉം 10-ഉം വാക്യങ്ങൾ, സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കണമെന്ന് ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോന്യയിലുള്ള എല്ലാവരോടും നിങ്ങൾ അങ്ങനെ തന്നെ ആചരിച്ചുവല്ലോ. ഒരു പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. എന്താ? സ്നേഹിക്കുന്ന കാര്യത്തിൽ അവർ അന്യോന്യം സ്നേഹിച്ചു. ദൈവത്തിൽ നിന്ന് ഉപദേശം പ്രാപിച്ചതുപോലെ ഈ തെസ്സലോനിക്ക വിശ്വാസികൾ, അന്നുള്ള വിശ്വാസികളെ വളരെയധികം സ്നേഹിച്ചു. അതിൽ അവർ വളരെയധികം സന്തോഷം കണ്ടെത്തിയവരായിരുന്നു. എന്താ കാരണം? അതിൻ്റെ പ്രധാന കാരണം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. അതിൻ്റെ ഒരു വിശദീകരണം
റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാ? നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർ അത് ഷെയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ച മാതാപിതാക്കൾ മക്കളോട് പറയണം, പപ്പായ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുണ്ട്, സന്തോഷമുണ്ട്. മമ്മി മക്കളോട് പറയണം, മോളെ, മമ്മിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വ്യാപരിക്കുന്നു. നമ്മൾ സാധാരണ രക്ഷിക്കപ്പെടുക എന്നൊരു വാക്കല്ലാതെ കൂടുതലൊന്നും പറഞ്ഞാൽ കേൾക്കാറില്ല. ഹൃദയത്തിലൊക്കെ പറയുന്നുണ്ടായിരിക്കാം, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ വന്നു, ആ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഏർപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സാധാരണ പറഞ്ഞു കേൾക്കാൻ എനിക്ക് വലിയ കൊതിയാണ്. പക്ഷെ അങ്ങനെ സാധാരണ എല്ലാവരും പറയാറില്ല. എന്താണെന്നറിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അത് പങ്കുവെക്കേണ്ടത്, ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു. ഉദാഹരണം, ദാവീദ് രാജാവിനെ ശ്രദ്ധിച്ചാലറിയാം. അദ്ദേഹം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു. കണ്ടോ, ദാവീദ് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? സംസാരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരമുണ്ടെങ്കിൽ അത് പറയണം. അത് പറഞ്ഞാലുള്ള പ്രയോജനം എന്താ? ദാവീദ് രാജാവ് പറയണേ, യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുക. അതുകൊണ്ട് എന്താ പ്രയോജനം? എൻ്റെ രട്ട അഴിച്ച് നീ എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു, എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. നൃത്തം ചെയ്യുന്ന ഒരനുഭവം. ആശ്ചര്യമായിട്ട് നൃത്തം ചെയ്യണമെന്നല്ല, ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ നൃത്തം ചെയ്യാനുള്ള സന്തോഷം കൊണ്ട് നിറയുന്ന മാതാപിതാക്കളിലൊക്കെ ആ സന്തോഷം കൊണ്ട് നിറയുമ്പോൾ മക്കളുടെ ഹൃദയത്തിലേക്ക് വരും, ദൈവമേ, ഈ കർത്താവിൽ വിശ്വസിച്ചാൽ എന്തൊരു സന്തോഷമാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിടെ ഹൃദയത്തിൽ നൽകപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ദൈവദാസന്മാരും ഞാൻ ഉൾപ്പെടെ ഈ ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാ ഹൃദയത്തിൽ വന്നതിൻ്റെ അനുഭവമൊക്കെ പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. നാം സാധാരണ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെയധികം ഭംഗിയായിട്ട് ദൈവദാസന്മാർ ക്ലാസ് എടുക്കാറുണ്ട്. ഞാനത് കേൾക്കാറുണ്ട്, അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. എന്നാൽ ക്ലാസ് എടുക്കുന്ന ദൈവദാസന്മാർ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും ഒക്കെ അനുഭവം ഒന്ന് പങ്കുവെച്ചാൽ അത് തേജസ്സേറിയ ശുശ്രൂഷയായിരിക്കുമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദൈവസ്നേഹം നമുക്ക് ലഭിച്ചത് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാലാകുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചെങ്കിൽ അത് അനുഭവിച്ച് പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവസ്നേഹം പകർന്നിരിക്കുകയാണ്. അങ്ങനെ എന്തിനു വേണ്ടിയാണ് ആത്മാവെന്ന ആദ്യദാനം നമ്മൾ തന്നുകൊണ്ട് ആ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നത്? അതിൻ്റെ പ്രധാനമായ ഉദ്ദേശം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 11-12 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 11-12 വാക്യങ്ങൾ, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ എന്തിനാ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്? കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നാം തമ്മിൽ സ്നേഹിക്കാൻ വേണ്ടിയാണ്. എന്താ കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പ്രത്യേകത? ആരൊക്കെ കർത്താവിൽ അഭയം പ്രാപിക്കുന്നോ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുന്നതാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ 26-ാമത്തെ വാക്യം, എഫേസ്യർ 5:26, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കമൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്കായി തന്നെ തേജസ്സുകൊണ്ട് നിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ? അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം തന്നെത്താൻ അർപ്പിച്ചു തരുന്ന സ്നേഹമാണ്. ഈ മനോഭാവത്തിൽ നമ്മൾ സഹോദരീ സഹോദരന്മാർ
തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ, കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഈ സ്നേഹം, ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്നേഹം. അങ്ങനെ സ്നേഹിച്ചാൽ എന്താ അതിൻ്റെ അനന്തരഫലം? കർത്താവ് പറയാ, എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കും. ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനമുണ്ടോ? കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറയും. പിന്നെ ആ സന്തോഷം പൂർണ്ണമാകും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ കാര്യമാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ കർത്താവിൻ്റെ സന്തോഷം നമ്മൾ ഹൃദയത്തിൽ വരും. അത് പൂർണ്ണമായി തീരുമെന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരാകും. കണ്ട, നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് ശോഭിക്കും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായിട്ട് ശോഭിക്കും. എത്ര മനോഹരമാണ്! അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമെന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നിഷ്കളങ്കമായി സ്നേഹിക്കുക. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് ഇത് അതിശ്രേഷ്ഠമായ ഒരു മാർഗമാണെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിലെ 31-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 12:31. ഞാൻ അതിശ്രേഷ്ഠമായൊരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നമ്മൾ കുടുംബജീവിതം നയിക്കുന്നതിനും സഭാജീവിതം നയിക്കുന്നതിനും ആത്മീയ പ്രവർത്തനത്തിനും അതിശ്രേഷ്ഠമായ ഒരു മാർഗം. എന്താണ് ആ മാർഗം? തുടർന്ന് എഴുതിയിരിക്കുന്ന വേദഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം. തുടർന്ന് 1 കൊരിന്ത്യർ 13-ാം അധ്യായമാണ്. അതിനെ നമുക്കറിയാം, 13-ാം അധ്യായത്തെ ദൈവസ്നേഹത്തിൻ്റെ പുസ്തകമായിട്ടാണ്, അധ്യായമായിട്ടാണ് അറിയപ്പെടുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം ദൈവസ്നേഹത്തിൻ്റെ ശീർഷകമാണെന്ന് പറയാം, അല്ലേ? അവിടെ ദൈവസ്നേഹത്തിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ചും ദൈവസ്നേഹത്തിൻ്റെ സാന്ദ്രതയെക്കുറിച്ചും അതുപോലെ ശാശ്വതമായ അവസ്ഥയെക്കുറിച്ചും വളരെ ശക്തീകരണം നൽകി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വേദഭാഗത്തിൻ്റെ ആരംഭവാക്യങ്ങൾ നമ്മൾ ദിവസവും ഒന്ന് വായിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ആഗ്രഹം, അഭിപ്രായം, ഇല്ലയോ? എന്താ കാരണം? ആരംഭത്തിലെ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല. എത്ര ശ്രേഷ്ഠമാണ്! അപ്പോൾ നമുക്ക് എന്തെല്ലാം കഴിവുണ്ടെങ്കിലും, കൃപാവരം ഉണ്ടെങ്കിലും, ആത്മീയജ്ഞാനം ഉണ്ടെങ്കിലും, ശുശ്രൂഷ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും സ്നേഹത്തിൽ ചാലിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ദൈവസന്നിധി അതിന് യാതൊരു വിലയില്ലെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസനിലൂടെ അരുളി ചെയ്യുന്നത്. തുടർന്നോ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ആ സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കും, ദയ കാണിക്കും. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികൾ കൂട്ടു സഹോദരന്മാരെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ടെന്ന് ചുമ്മാ പറയല്ലായിരുന്നു. പിന്നെയോ അവരോട് ദീർഘമായിട്ട് ക്ഷമിച്ചു. ഈ ദീർഘക്ഷമ, ദയ എന്ന് പറയുന്നത് ദിവ്യ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അത് കർത്താവ് പ്രത്യേകിച്ച് അരുളി ചെയ്തിട്ടുണ്ട്. യഹോവയാ ഞാൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയയുള്ളവൻ. പുറപ്പാട് ദിവസം 34:5. ദൈവത്തിൻ്റെ വ്യക്തിത്വം, ദൈവത്തിൻ്റെ നാമമാണ്. ദീർഘക്ഷമയും മഹാദയയുള്ളവനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും പാപം ചെയ്താൽ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ കർത്താവ് നമ്മളോട് ക്ഷമിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായെന്ന്. എന്താ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ? കർത്താവിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തത. കർത്താവ് പറഞ്ഞു കർത്താവ് ദീർഘക്ഷമയുള്ളവനാണെന്ന്. അപ്പോൾ ആ കർത്താവ് വിശ്വസ്തനാണ്. അപ്പം നമ്മുടെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ എപ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മളോട് ക്ഷമിക്കും. എന്താ? അത് കർത്താവിൻ്റെ ആളത്വത്തിൻ്റെ പ്രത്യേകതയാണ്, വിശ്വസ്തതയാണ്. അങ്ങനെ ദൈവത്താൽ ഈ ക്ഷമിക്കപ്പെടുന്ന നമ്മൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? ദീർഘമായിട്ട് ക്ഷമിക്കണം. വൈരാഗ്യമൊന്നും വെച്ചോണ്ടിരിക്കാനായിട്ട് ഇടയാകരുത്. എല്ലാം ദീർഘമായിട്ട് ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. ഈ സഭയിലൊക്കെ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ പ്രശ്നം വരുമ്പോൾ അത് പറഞ്ഞു തീർക്കാൻ പോകുമ്പോൾ സഹോദരൻ അങ്ങ് ക്ഷമിക്കെന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഇങ്ങോട്ട് പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, ഈ ക്ഷമയ്ക്ക് ഒരു അതിരില്ലേ എന്ന്. കാര്യം ചോദിക്കാറ്, ക്ഷമയ്ക്കും എൻ്റെ ഉപദേശി ക്ഷമിക്കാൻ പറഞ്ഞു, ക്ഷമയ്ക്ക് ഒരു അതിരില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അതിരുണ്ട്.
വേദപുസ്തകം എല്ലാത്തിനും ഉത്തരവുണ്ട്. എന്തുമാത്രം അതിരുണ്ട്, ക്ഷമയ്ക്ക് എന്തുമാത്രം അതിരുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യമാണ്. യാക്കോബ് 5:7. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കുക. അതുകൊണ്ട് എനിക്കൊരാളിനോട് ക്ഷമിക്കാൻ കഴിയത്തില്ലെന്ന് ഒരു ദൈവവേദന പറയാൻ കഴിയില്ല. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ടോ, ദയ കാണിക്കും. എന്താ കാരണം? ഈ നമ്മളൊക്കെ ദൈവത്തിൻ്റെ ദയ ആസ്വദിച്ചവരാണ്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? എന്തുമാത്രം ദയ ആസ്വദിച്ചു, അതൊക്കെ നമ്മളൊന്ന് ഓർക്കണം. 103-ാം സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യങ്ങൾ, അല്ലേ? 103-ാം സങ്കീർത്തനത്തിലെ 11-12 വാക്യങ്ങൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ യഹോവയ്ക്ക് അവൻ്റെ ഭക്തന്മാരുടെ ദയ വലുതായിരിക്കുന്നു. അതുകൊണ്ട് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങളെ നമ്മൾ അകറ്റിയിരിക്കുന്നു. നമ്മുടെ ലംഘനം ക്ഷമിക്കപ്പെട്ടത് ദൈവസന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായിട്ട് നിൽക്കുന്നത് കർത്താവിൻ്റെ ദയയുടെ വലിപ്പമാണ്. അതുകൊണ്ട് നമ്മളും ഈ ദയ മറ്റുള്ളവരോട് കാണിക്കണം. അതിന് നല്ല ദൃഷ്ടാന്തമാണ് ദൈവദാസനായ ജോസഫിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം. അത് തന്നോട് വളരെയധികം ക്രൂരമായിട്ട് ഏർപ്പെട്ട തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ, മന്ത്രിയായ യോസഫ് തന്നെ പീഡിപ്പിച്ച, ഉപദ്രവിച്ച, വിറ്റ ജ്യേഷ്ഠ സഹോദരൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു, എന്നാൽ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ദൈവം അത് ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടി പോറ്റി പുലർത്തി രക്ഷിക്കും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. മന്ത്രിയായ യോസഫിന് വേണേ പറയാമായിരുന്നു, നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു, പക്ഷേ ഞാൻ ദൈവദാസൻ നിങ്ങളെ ക്ഷമിക്കുന്നു, വെറുതെ വിട്ടേക്കുന്നു എന്ന് പറയല്ലായിരുന്നു. പിന്നെയോ, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും. ഇതാണ് ദയെന്ന് പറയുന്നത്. ഇത് ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ സ്വഭാവവിശേഷമാണ്. അപ്പോൾ നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഈ സ്വഭാവവിശേഷം നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതം വളരെ ധന്യമായി തീരും. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പ്രബോധിപ്പിച്ച് പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സരിവുള്ളവരായി പിതാവായ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും തമ്മിൽ ക്ഷമിപ്പീൻ. ഒരു കാര്യവും ക്ഷമിക്കാതിരിക്കരുത്. സഭയിലാകട്ടെ കുടുംബജീവിതത്തിലാകട്ടെ തമ്മിൽ ഒരു ദയ ഉണ്ടായിരിക്കണം, ഇല്ലയോ? ഭർത്താവിന് ഭാര്യയോടൊരു ദയ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ദയ ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നം വരത്തില്ല. ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്ന എന്നോട് നിങ്ങൾക്കൊരു ദയ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് വളരെ ഹൃദയം തുറന്ന് ക്ലാസ് എടുക്കാൻ പറ്റും, ഇല്ലയോ? അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്നോട് ദയ ഉള്ളതുണ്ട്. ഞാനും നിങ്ങളോട് ദയ ഉണ്ടെങ്കിൽ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ സത്യസന്ധമായിട്ടത് പറയും. എന്തിനാ? കേൾവിക്കാർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി പറയും, ശങ്കിക്കാതെ പറയും. എന്തിനാ? തമ്മിൽ ദയ. ആ ദയ ഉണ്ടെങ്കിൽ ശുശ്രൂഷിക്കും ദൈവദാസന്മാർക്കും കേൾക്കും ദൈവമക്കൾക്കും ഒന്നുപോലെ അത് അനുഗ്രഹമായി തീരും. ഒരു ശങ്കയില്ലാതെ അന്യോന്യം സ്നേഹിക്കുക, ദയ കാണിക്കുക. അത് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കും, ദയ കാണിക്കും. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ഈ സ്നേഹം സ്പർദ്ധിക്കുന്നില്ലെന്നാണ് എഴുതിയിരിക്കുക. സ്പർദ്ധിക്കുന്നില്ല. എന്താ സ്പർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ? പകയും വിരോധം കൊണ്ട് തിളച്ചു മറിയുക എന്നാണ്. ചിലരൊക്കെയാണെങ്കിൽ അങ്ങ് വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കും. പലരും അപവാദമൊക്കെ പറഞ്ഞ് പരത്തും. എത്രയോ പേരാ കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. പകയും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ടിരിക്കും. ഈ യോസഫിൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ആ സ്വഭാവത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം പഠിച്ചാൽ അറിയാം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയ മൂത്തിട്ട് അവനെ മിസ്രയീമ്യർക്ക് വിറ്റ് കളഞ്ഞുണ്ട്. അസൂയ മൂത്തിട്ട് പകയും വിദ്വേഷം വെച്ചിട്ട് പൊട്ട കിണറ്റിലിട്ടെന്ന് മാത്രമല്ല മിസ്രയീമ്യർക്ക് വിറ്റ് കളഞ്ഞു. അത് വളരെയധികം ഈ പകയും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ അത് അവരുടെ അസ്ഥികൾക്കൊക്കെ ദ്രവത്വമാണെന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. സദൃശവാക്യം 14:30 വായിച്ചാൽ അറിയാം. സദൃശവാക്യം 14:30, ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയോ അസ്ഥിക്ക് ദ്രവത്വം. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും പകയും വിദ്വേഷം വെച്ചാൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് പ്രശ്നം. എല്ലാവരോടും സമാധാനം ആചരിച്ചാലോ? എല്ലാവരോടും സമാധാനം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആരോടൊരു വിദ്വേഷം ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമെന്ന് പറയുന്നത്. സ്പർദ്ധിക്കുന്നില്ല. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? നിഗളിക്കുന്നില്ല. ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നിഗളിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരിക്കലും നിഗളിക്കരുത്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരൊന്നും അങ്ങനെ നിഗളിക്കത്തില്ല. എന്താ? അപ്പോസ്തലനായ പൗലോസിനെ നോക്കിയാൽ അറിയാം. ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണെന്ന് അദ്ദേഹം പറയുന്നത്. ആ പഠനം ഉണ്ടെങ്കിൽ ഒരിക്കലും നിഗളിക്കത്തില്ല.
നിഗളമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും വിരോധമുള്ള പാപമാണ് നിഗളം. ഞാൻ മറ്റുള്ളവരെക്കാൾ കഴിവുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്, എനിക്കാണ് വളരെ കഴിവ് എന്ന് ചിന്തിക്കുന്നത് അത് ദൈവത്തിന് ഏറ്റവും വിരോധമുള്ള കാര്യമാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നെന്ന താഴ്മയുള്ളവർക്ക് കൃപ നൽകും. അതുകൊണ്ട് എപ്പോഴും നാം ദൈവസന്നിധിയിൽ വളരെയധികം വിനയത്തോടെ ജീവിക്കാനുള്ള ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവദാസനായ പൗലോസ് പറഞ്ഞത്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 15:10, എങ്കിലും ഞാനായിരിക്കും ദൈവകൃപയാലാണ്, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല, മറ്റുള്ളവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപയത്രേ. എത്ര മനോഹരമാണ്, ഒരിക്കലും നിഗളിക്കത്തില്ല. അതുപോലെ 131-ാം സങ്കീർത്തൻ്റെ 1 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 131-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, ഞാൻ ഗർവിച്ചിരിക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കകത്താത്ത വൻ കാര്യങ്ങൾ ഇടപെടുന്നില്ല. എന്താ ഗർവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ? ഹെഡ് വെയിറ്റ് ഒക്കെ എടുത്തിങ്ങനെ ഇരിക്കുക, ഇരിക്കുന്നില്ല. പിന്നെന്താ അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. അപ്പം നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിഗളിക്കത്തില്ല. എന്താ കാരണം? നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. എന്തെങ്കിലും മനസ്സിൽ ഉന്നതഭാവം വരുവാണെങ്കിൽ ഓർത്തോണം വീഴ്ചയാണ്. എന്തെങ്കിലും നിഗളഭാവം വന്നാൽ ഓർക്കണം അത് താഴ്ചയാണ്. താഴ്ചയ്ക്ക് മുമ്പേ വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം, നാശത്തിന് മുമ്പേ നിഗളഭാവം. അത് വരാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ വേദഭാഗം പറയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ അവർ ദീർഘമായിട്ട് ക്ഷമിക്കും, ദയ കാണിക്കും, സ്പർദ്ധിക്കത്തില്ല, നിഗളിക്കത്തില്ല. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ഈ സ്നേഹം ചീർക്കത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ചീർക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും ചീർക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ? താൻ എന്തോ ആണെന്ന് പറഞ്ഞ് സ്വയം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുക എന്ന് പറയും. അങ്ങനെ ഒരിക്കലും ഒരു ദൈവവൈതൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ജനം ഒരിക്കലും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരത്തില്ല. അതാ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദാവീദ് രാജാവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ അദ്ദേഹം ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനാരൂപമുണ്ട്. അത് ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്നു യഹോവയുടെ സന്നിധിയിലിരുന്ന് പറഞ്ഞു തന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കണ്ടുവരാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹം എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിൻ്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദിനി നിന്നോട് എന്തു പറയണ്ടു? കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചന നിമിത്തവും നിന്റെ പ്രസാദപ്രകാരവുമല്ലോ നീ വൻകാര്യങ്ങളൊക്കെയും ചെയ്ത് അടിയനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു, നിന്നെപ്പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ഒരു ദൈവവുമില്ല. എത്ര വിനയത്തോടെയുള്ള അപേക്ഷയാണ്, പ്രാർത്ഥനയാണ്, ദൈവത്തോട് പറയുകയാണ്. തീർച്ചയായിട്ടും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഭാവിക്കേണ്ട നിമീതെ ഭാവിച്ചു ചേരത്തില്ല. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട എല്ലാ ദൈവദാസന്മാരും അങ്ങനെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു വില്യം കേറി. അദ്ദേഹം 34 ഭാഷയിൽ പുതിയ നിയമ പുസ്തകം വിവർത്തനം ചെയ്തെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. അതൊരു ധാരാളം ജനങ്ങളൊരു സദസ്സിൽ ഇരിക്കുമ്പോൾ, അദ്ദേഹം ദൈവവചനം സൂക്ഷിക്കാട്ടിരിക്കുമ്പോൾ, ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യന്, പ്രമാണി, ഇദ്ദേഹത്തോട് അല്പം അസൂയ തോന്നിയിട്ട് പരസ്യമായിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചോദിച്ചു, അല്ലയോ വില്യം കേറി, നിങ്ങൾ ഒരു ചെരുപ്പൂത്തിയാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടു, അത് ശരിയാണോ? വാസ്തവത്തിൽ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അത്രയും ജനങ്ങൾ കേൾക്കെ, അല്ലയോ വില്യം കേറി, നിങ്ങൾ ഒരു ചെരുപ്പൂത്തിയാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആ മഹാജനത്തിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞ്, പ്രഭോ, ഞാനൊരു ചെരുപ്പൂത്തിയല്ല. ചെരുപ്പൂത്തി എന്ന് പറഞ്ഞാൽ ഷൂ മേക്കർ, ചെരുപ്പുണ്ടാക്കുന്ന ആളല്ല, പിന്നെയോ പഴയ ചെരുപ്പൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വല്ലാതായി പോയി. ആ ജനങ്ങളൊക്കെ ദൈവകൃപ കൊണ്ട് നിറഞ്ഞു, അവരുടെ എല്ലാം കണ്ണ് നിറഞ്ഞു. ആ ദൈവദാസൻ്റെ വിനയം കണ്ടപ്പോൾ, പ്രഭു, ഞാനൊരു ചെരുപ്പൂത്തിയല്ല, പിന്നെയോ പഴയ ചെരുപ്പ് ശരിയാക്കി കൊടുക്കുന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ താഴ്ത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിനേക്കാളും താണു. ഭാവിക്കേണ്ടത് വിധേ ഭാവിച്ചു തീർത്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് പറഞ്ഞു. ഓ, എത്ര ശ്രേഷ്ഠമായ കാര്യം! അപ്പോൾ ഈ സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കും, ദയ കാണിക്കും, സ്പർദ്ധിക്കത്തില്ല, നിഗളിക്കത്തില്ല, ചീർക്കത്തില്ല, പിന്നെ അയോഗ്യമായിട്ട് നടക്കത്തില്ല. ഈ സ്നേഹത്താൽ ഭരിക്കപ്പെടുന്നവർ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ ഒരിക്കലും അയോഗ്യമായിട്ട് നടക്കത്തില്ല. എന്താ കാരണം?
ദൈവസ്നേഹം അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തും. ദൈവസ്നേഹം അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. കൊരിന്ത്യർക്ക് 2 ലേഖനം 5 അധ്യായത്തിലെ 14 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5 അധ്യായത്തിലെ 14 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നാൽ ആ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പകർന്നു ലഭിച്ച സ്നേഹം നമ്മളെ നിർബന്ധിക്കും. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഈ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നാൽ അത് നമ്മൾ ഷെയർ ചെയ്യണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്ന കാര്യം പറയണം. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഈ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ തെളിയിക്കുന്നു, നിർണയിക്കുന്നു. ഇല്ലേ? ജീവിതം കൊണ്ട് തെളിയിക്കുക. അപ്പം എന്താ? ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കും. തിരുനാമ നിമിത്തം നീതിപാതകളിൽ നടക്കും. ദൈവമേ, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. അതാ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത. അയോഗ്യമായിട്ട് വഴിതെറ്റിപ്പോകത്തില്ല. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായിട്ട് തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴി അത്രേ. അങ്ങനെ പോകത്തില്ല, അയോഗ്യമായിട്ട് പോകത്തില്ല. പിന്നെയോ യോഗ്യമായിട്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികൾ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ അയോഗ്യമായിട്ട് നടക്കത്തില്ല. പിന്നെ സ്വാർത്ഥം അന്വേഷിക്കത്തില്ല. എല്ലാം സഹിക്കും, എല്ലാം ക്ഷമിക്കും. ഇതാണ് തെസ്സലോനിക്ക വിശ്വാസികൾ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരുടെ മനോഭാവം. അതുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച്, സഹോദരപ്രീതിയെക്കുറിച്ച് എഴുതാൻ ആവശ്യമില്ലല്ലോ. അന്യോന്യം സ്നേഹിക്കണമെന്ന് ദൈവത്തിന് ഉപദേശം പ്രാപിച്ചതല്ലാതെ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആചരിച്ചു. തെസ്സലോനിക്ക വിശ്വാസികൾ അന്നുള്ള വിശ്വാസികളോട് അങ്ങനെ ആചരിച്ചു. അപ്പോൾ ഈ ഗുണവിശേഷങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലും സഭയിലും സമൂഹത്തിലും വരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരുടെ 4ാമത്തെ പ്രത്യേകത, അവർ കൂട്ടു സഹോദരന്മാരെ സ്നേഹിക്കും. ആ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പറയല്ല. ആ സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കും, ദയ കാണിക്കും, പിന്നെ സ്പർദ്ധിക്കത്തില്ല, നിഗളിക്കത്തില്ല, ചീർക്കത്തില്ല, അയോഗ്യമായിട്ട് നടക്കത്തില്ല, എല്ലാം സഹിക്കും, എല്ലാം ക്ഷമിക്കും, ദോഷമൊന്നും കണക്കിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി അവരുടെ 5ാമത്തെ പ്രത്യേകത, ഈ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവനത്തിൻ്റെ 5ാമത്തെ പ്രത്യേകത 1 തെസ്സലോനിക്കർ 1 അധ്യായത്തിൻ്റെ 9 വാക്യത്തിലുണ്ട്. എന്താ? അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. എന്താ? ഈ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വിശ്വാസികളുടെ 5ാമത്തെ പ്രത്യേകത, വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ തെസ്സലോനിക്ക വിശ്വാസികൾ കർത്താവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് അവർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വിഗ്രഹങ്ങളെ സേവിക്കുന്നവരായിരുന്നു. അത് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. വാസ്തവത്തിൽ ദൈവം സകല മനുഷ്യരെ മുഖപക്ഷമില്ലാതെ സ്നേഹിക്കുന്നവനാണ്. ഇല്ലയോ? ദുഷ്ടന്മാരുടെ മേലും നീതിമാരുടെ മേലും മഴ പെയ്യ്ക്കുന്നവനാണ് ദൈവം. അതുപോലെ സൂര്യപ്രകാശം എല്ലാവർക്കും ഒന്നുപോലെ കൊടുക്കും. അത് രക്ഷിക്കപ്പെടുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കും. ഇനി രക്ഷിക്കപ്പെടാത്തൊരു വച്ചം നന്നായി പഠിച്ചാൽ അവൻ പരീക്ഷയിൽ പാസ്സാകും, നല്ല ജോലിയും ലഭിക്കും. എന്താ കാരണം? ദൈവത്തിന് മുഖപക്ഷമില്ല. മരണം വരെ ദൈവം എല്ലാവരെയും ഒന്നുപോലെയാണ് സ്നേഹിക്കുന്നത്. എന്നാൽ അങ്ങനെ സ്നേഹിക്കാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറയുന്നതാണ് ദൈവത്തിന് ഏറ്റവും വിരോധമായിട്ട് ചെയ്യുന്ന പാപം. അതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 1 അധ്യായത്തിൻ്റെ 21 വാക്യം, റോമർ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഞങ്ങളുടെ തിരൂപണങ്ങൾ വ്യർത്ഥരായിത്തീർന്നു. അവർ ജ്ഞാനികളെന്ന് പറഞ്ഞ മൂഢരായി. അവർ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി ഇവയുടെ രൂപസാദൃശ്യമാക്കി. അപ്പോൾ അക്ഷയനായ ദൈവത്തെ അവർ ക്ഷയമുള്ള മനുഷ്യനോടും ജീവജാലങ്ങളോടും സാദൃശ്യപ്പെടുത്തി. മാത്രമല്ല, വേദഭാഗത്തിൻ്റെ പ്രാരംഭം ശ്രദ്ധിച്ചോ? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ജീവനുള്ള ദൈവത്തെ അറിയത്തക്ക നിലയിലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 19 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു,
ആകാശവിധാനം അവിടുത്തെ കരവേലയെ പ്രസിദ്ധമാകുന്നു. ഈ ആകാശത്തെ സൃഷ്ടിച്ച ദൈവത്തെ മറ്റേതെങ്കിലും കാര്യങ്ങളോട്, ഏതെങ്കിലും മനുഷ്യനോടോ ഇഴജാതികളോടൊക്കെ സാദൃശ്യപ്പെടുത്താൻ പറ്റുമോ? പറ്റത്തില്ലെന്ന്. അങ്ങനെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് റോമാലേഖനം 1:19 എഴുതിയിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായല്ലോ, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവിടുത്തെ ആദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായിട്ട് വെളിപ്പെട്ട് വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് എന്തിനാ? വിഗ്രഹങ്ങളെ സേവിക്കുന്നവർക്ക് പ്രതിവാദം പറയാനില്ലാതിരിക്കേണ്ടതിന് ഈ പ്രപഞ്ചത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലൂടെ ഏതൊരു മനുഷ്യനും ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം കാണത്തക്ക നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് സഭാപ്രസംഗി 3:11 വായിച്ചാൽ അറിയാം. സഭാപ്രസംഗി 3:11. അവൻ സകലതും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം കാണത്തക്ക വിധത്തിൽ, പഠിക്കത്തക്ക നിലയിൽ, അറിയത്തക്ക നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയവനായ ദൈവം മനുഷ്യവർഗത്തോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ ആരോട് സദൃശനാക്കാൻ കഴിയും? ഞാൻ ആരോട് തുല്യനാകും? പരിശുദ്ധനായവൻ അരുളി ചെയ്യും, നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ. അപ്പോൾ കണ്ണ് മുകളിലോട്ട് ഉയർത്തി നോക്കിയാൽ, ദൈവത്തെ നോക്കിയാൽ എന്ത് ചെയ്യും? ദൈവസ്നേഹം വ്യാപരിക്കുമ്പോൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയും. തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടപ്പോൾ അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഈ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൈപ്പണിയാണ്ടുണ്ടാക്കുന്ന ആക്ഷരികമായ വിഗ്രഹം മാത്രമല്ല, ഇല്ലയോ? കൊലോസ് ലേഖനം 3:5 പഠിച്ചാൽ അറിയാം. വിഗ്രഹാരാധനയായ അത്യാഗ്രഹമുണ്ട്. വിശ്വാസികളിലൊക്കെ അത്യാഗ്രഹം കൂടിയാൽ അത് വിഗ്രഹാരാധനയാണ്. അതുപോലെ സഭായോഗത്തിന് പ്രാധാന്യം കൊടുക്കാതെ അത് മുടക്കിയിട്ട് വേറെ ഏതെങ്കിലും കാര്യത്തിന് പോയാൽ അത് വിഗ്രഹാരാധനയാണ്. ബൈബിൾ ക്ലാസ്സിന് പ്രാധാന്യം കൊടുക്കാതെ വേറെ ഏതെങ്കിലും കാര്യത്തിന് പോയാൽ അത് വിഗ്രഹാരാധനയാണ്. ദിവസവും വചനം പഠിക്കാനുള്ള സമയം, വചനം ധ്യാനിക്കാനുള്ള സമയം, പ്രാർത്ഥിക്കാനുള്ള സമയം, അതും കൂടെ നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സഭായോഗത്തെയൊക്കെ മുടക്കുന്നത്? എന്തുകൊണ്ടാണ് ബൈബിൾ ക്ലാസ് മുടക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ദിവസത്തിൻ്റെ 1/10 സമയമെങ്കിലും ഇരുന്ന് വചനം പഠിക്കാത്തത്? മനുഷ്യരുടെ ജഡമനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ എത്രമാത്രം ആത്മീയമായിട്ട് വളർന്നാലും നമ്മുടെ ജഡത്തിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത അത് ഈ ലോകത്തോട് ഇണചേരാനായിട്ട് ആഗ്രഹിക്കുന്ന മനസ്സാണ്. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയുള്ള, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണമെന്ന്. അപ്പോഴേ ഈ വിഗ്രഹം ഒന്നുമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. റോമാലേഖനം 12-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ. റോമാലേഖനം 12-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ മനസ്സരി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പീൻ. അടുത്തതായിട്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം തന്നെ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. 2, ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അവിടെ പ്രാരംഭത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ മനസ്സലിവിനെ ഓർക്കണം, അതിൽ ലയിക്കണം. അതെവിടെ പറയുന്നത്? ഈ കാര്യം നാം ചെയ്യണമെങ്കിൽ, വിജയകരമായി ചെയ്യണമെങ്കിൽ, സഭായോഗത്തെ ഉപേക്ഷയായിട്ട് വിചാരിക്കാതിരിക്കണമെങ്കിൽ, സമയത്തിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, ബൈബിൾ ക്ലാസ് വചനം പഠിക്കണമെങ്കിൽ, ആത്മീയശുശ്രൂഷ ചെയ്യണമെങ്കിൽ, സുവിശേഷം അറിയിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഒന്നോർക്കുക. നമ്മൾ എന്തൊക്കെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഒന്ന് ഓർത്ത് നോക്കുക, ജീവിതം ധന്യമായി തീരും. കാരണം നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള പിതാവാണ്, സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവമാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങൾ. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങൾ. മനസ്സലിവുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. എന്തോ മനോഹരമാണ്. അത് കുറേ നേരം ധ്യാനിച്ചാൽ തന്നെ അറിയാം, ഇല്ലേ? നമ്മുടെ കർത്താവ് മനസ്സലിവുകളുടെ പിതാവാണെന്ന് ഓർക്കും അന്നേരം, ഇല്ലേ? എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധി ഇരിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് മനസ്സലിവിനെ പൊഴിക്കുന്ന പിതാവാണ് നമ്മുടെ കർത്താവ്. ഏതെല്ലാം വിധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ മനസ്സലിവിനെ തരുന്നത്? എങ്ങനെയാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. മത്തായി 11-28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ
നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സഭായോഗത്തിന് പോലും സമയമില്ലാതെ, ബൈബിൾ ക്ലാസ്സിന് സമയമില്ലാതെ കിടന്ന് അധ്വാനിക്കുന്നവരാണോ നിങ്ങൾ? എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആരൊക്കെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിരുന്നിട്ടുണ്ടോ, മറിയെപ്പോലെ ചെന്നിരുന്നിട്ടുണ്ടോ, അവരെയെല്ലാം ദൈവം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? ഒന്നാമതായിട്ട്, നമ്മുടെ ആശ്വാസത്തിന് തടസ്സമായ പാപത്തിന് പരിഹാരം തന്നുകൊണ്ടാണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാപമോചനം പ്രാപിച്ചത് അതൊക്കെ ഒന്ന് ഓർക്കണം, ഇല്ലേ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം, എഫേസ്യർ 1:7. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതയെല്ലാം പാപനിമിത്തമാണ്. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ഇല്ലയോ? പാപഭാരം ചുമന്ന കതച്ച് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുക. എന്നാൽ കർത്താവ് പറയും, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഏത് പ്രശ്നങ്ങളാണ്, എന്തൊക്കെ പ്രശ്നമുണ്ട്, വളരെയധികം വിഷമിച്ച് ജീവിക്കുകയാണോ, ഭാരപ്പെട്ട് ജീവിക്കുകയാണോ, കർത്താവ് പറയാ, എൻ്റെ അടുക്കലൊന്ന് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ആശ്വാസം തടസ്സമായ സകല പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണമായ പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചെന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ ആശ്വാസം. എന്താ കാരണം? നമ്മുടെ കർത്താവ് സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. രക്ഷിക്കപ്പെട്ടു എന്ന് ബോധ്യമുള്ളവർ ഈ കാര്യം ഓർത്തോണ്ടിരുന്നാൽ ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാം. അതാ ദൈവത്തിൻ്റെ മനസ്സിലിവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. പാപമോചനം ലഭിക്കും, അത് ഓർക്കണം. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ഓർക്കാതിരിക്കരുത്. ദൈവത്തിൻ്റെ മനസ്സിലിവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, കർത്താവിൽ നമുക്ക് പാപമോചനം തരുന്നത് നമ്മൾ ഓർക്കുമ്പോൾ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാം. ഇനി മനസ്സിലിവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് പാപമോചനം ലഭിക്കുന്ന മാത്രമല്ല, നിത്യജീവൻ ലഭിക്കും, അല്ലേ? യോഹന്നാൻ 3:16 നമുക്കറിയാം. ഇതൊക്കെ ഓർക്കുക, ധ്യാനിക്കുക, അല്ലേ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ ലഭിച്ചു. എന്താ നിത്യജീവൻ്റെ പ്രത്യേകത? ശാരീരിക മരണം നമ്മളെ കടന്നു പിടിക്കുമ്പോഴേ അതിനപ്പുറത്ത് ഒരിക്കലും മരിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ് നിത്യജീവൻ്റെ പ്രത്യേകത. അത് കർത്താവ് പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 25-ാമത്തെ വാക്യം, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ഈ ശാരീരികമരണം നമ്മളെ കടന്നു പിടിക്കുമ്പോഴേ പിന്നെ ഒരിക്കലും മരിക്കാത്ത അവസ്ഥയിലേക്ക് പ്രവേശിക്കും. ഇത് ധ്യാനിച്ചാലോ ജീവൻ്റെ സമൃദ്ധി ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത പാപമോചനം ലഭിക്കുന്നു. അത് ധ്യാനിക്കുമ്പോൾ രക്ഷയുടെ സന്തോഷം ലഭിക്കും. നിത്യജീവൻ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകതയാണ് മനസ്സലിവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. അവർക്ക് ജീവൻ്റെ സമൃദ്ധി ലഭിക്കും. ഇനി മൂന്നാമതായിട്ടോ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഇവിടെ എത്ര വലിയ വീടാണെങ്കിലും അതിനേക്കാൾ നല്ലൊരു ഭവനത്തിലേക്ക് പോകും. കർത്താവ് ഒരുക്കുന്ന ഒരു ഭവനം, അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തോ മനോഹരമാണ്. ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക് അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. കൃപ ചെയ്യുവോളം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചാൽ കർത്താവിൻ്റെ ഇമ്പ ശബ്ദം കേൾക്കാം. നിങ്ങളുടെ യഹോവയുടെ ആത്മാവെന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എന്താ കർത്താവ് ഒരുക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 2:12. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ശ്രേഷ്ഠമായ ഭവനം. ഇതൊക്കെ ഒന്ന് ഓർക്കുവോ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കുന്നത്? എന്നെ അവരങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒക്കെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയമൊക്കെ വ്രണപ്പെടും. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഓർക്കുക. കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഓർക്കുക. ദൈവം നമുക്ക് ഒരുക്കുന്ന ഭവനത്തെ ഒന്ന് ഓർക്കുക. ഈ ലോകത്തിൽ എത്രയോ ഭാവനാ സമ്പന്നന്മാരുണ്ട്. അവരൊന്നും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അത്ര ശ്രേഷ്ഠമായൊരു ഭവനം കർത്താവ് ഒരുക്കുന്നു, ഇല്ലയോ? എന്തുമാത്രം കവികളുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, അതുപോലെ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരുടെ ഒന്നും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അത്ര ശ്രേഷ്ഠമായൊരു ഭവനം. ഇതൊന്ന് ധ്യാനിച്ചാലോ? ഒരിക്കലും ഭോഷ്ക്ക് പറയാത്ത കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ, വിശ്വസ്തനായ കർത്താവിൻ്റെ വചനം, പ്രൈസ്തലോ, തേനിലും തേൻകട്ടേക്കാളും മധുരമായ വചനം, അത് ധ്യാനിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ, 1 കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നവർക്ക് ലഭിക്കുന്ന പാപമോചനം, 2 നിത്യജീവൻ,
3 വസിക്കാൻ ഭവനമൊരുക്കുന്നു. നാലാമതായിട്ടോ, ഈ മനസ്സരിവിൻ്റെ നാലാമത്തെ പ്രത്യേകത, വസിക്കത്തക്ക ഒരു ശരീരം കൂടെ തരും കർത്താവ്, ഇല്ലയോ? ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഫിലിപ്പ് ലേഖനം 3:20. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഇവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായിട്ട് വരുമെന്ന് നാം അറിയുന്നു. അവിടുന്ന് വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ തൻ്റെ മഹത്വമുള്ള ശരീരത്തെ അനുരൂപമായിട്ട് രൂപാന്തരപ്പെടും. എത്ര ശ്രേഷ്ഠമാണ്! ഇനി അത് മാത്രമാണോ? ഇനി അടുത്ത പ്രത്യേകതയോ? എഫേസ്യ ലേഖനം 1:3 മനസ്സരിവിൻ്റെ അടുത്ത പ്രത്യേകത, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതൊക്കെ ആസ്വദിക്കാറുണ്ടോ? അല്പസമയം ഒന്നിരിക്കുക, ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കണമെങ്കിൽ, ഇതൊക്കെ നമ്മൾ ബുദ്ധിയിൽ പഠിക്കും, ആസ്വദിക്കണമെങ്കിൽ എന്തോ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കാൻ കഴിയുന്നത്? അതിന് 3 അടിസ്ഥാന സത്യങ്ങൾ പഠിച്ചനുസരിക്കണം. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണമെങ്കിൽ 3 അടിസ്ഥാന സത്യങ്ങൾ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണം, സമർപ്പിക്കണം. അതിനായിട്ട് എന്തൊക്കെയാ 3 അടിസ്ഥാന സത്യങ്ങൾ? ഒന്നാമത്തെ അടിസ്ഥാന സത്യം റോമാലേഖനം 6:6 ആണ്. റോമാലേഖനം 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന്, പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നാം അവനോട് ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. ഒരു ശരിയായ അറിവ്. എന്താ? പാപം ചെയ്യാതിരിക്കാനുള്ള അറിവ്. അതാണ് ഒന്നാമത്തെ അടിസ്ഥാന സത്യം. രണ്ടാമത്തെ അടിസ്ഥാന സത്യം എന്താ? റോമാലേഖനം 6:10 ആണ്. റോമാലേഖനം 6:10. യേശു ക്രിസ്തു മരിച്ചത് ഒരിക്കലായിട്ട്, പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിനായിട്ട് ജീവിക്കുന്നു. അതുപോലെ നാമും പാപസംബന്ധമായി മരിച്ചവരെന്നും പിന്നെ ക്രിസ്തുയേശുവിൽ ദൈവത്തിനായിട്ട് ജീവിക്കുന്ന നിങ്ങളെ തന്നെ എണ്ണുക, കണക്കാക്കുക, അംഗീകരിക്കുക. ഒന്ന് ശരിയായ ഒരു അറിവ്, പ്രായോഗിക അറിവ്. 2 അറിവിനെ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിത്വത്തിൽ അംഗീകരിക്കുക. ഇനി മൂന്നാമതായിട്ടോ, റോമാലേഖനം 6:19. റോമർ 6:19. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായിട്ട് അശുദ്ധിക്കായിട്ട് സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നീതീകരണത്തിനായിട്ട് വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കുക. 3 കാര്യങ്ങളാണ്. ഒന്ന്, അറിയുക. എന്താ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന്, പാപശരീരം നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിയുക. അറിഞ്ഞില്ലെങ്കിൽ എന്തോ പറ്റും? പാപത്തിന് അടിമകളായിത്തീരും. ഈ പാപം ചെയ്യുന്നവരെല്ലാം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, രഹസ്യഭാവമാണെങ്കിലും പരസ്യഭാവമാണെങ്കിലും, മുറുകെ പറ്റുന്ന ഭാവമാണെങ്കിലും ഏത് ഭാവമാണെങ്കിലും, അത് ചെയ്യുന്നവർ അതിൻ്റെ അടിമകളായിത്തീരും. സ്വാതന്ത്ര്യം കിട്ടത്തില്ലെന്ന്. അതിൽ ചിലരൊക്കെ തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട പിന്നെ നേരെ നിൽക്കാൻ പറ്റുമോ? അടിമയായി പോയെന്ന്. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, നാട്ടിലൊക്കെ മദ്യപാനികൾ, സ്ഥിരം മദ്യപിക്കുന്നവരെ കുറിച്ച് നമ്മൾ എന്താ പറയും? അവൻ അതിൻ്റെ അടിമയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ, അവൻ അതിൻ്റെ അടിമയാണ്. ഇതുപോലെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ ചെയ്ത്, രഹസ്യഭാവം ചെയ്യുന്നതിൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അയ്യോ കഷ്ടമായിപ്പോയി. എന്നാൽ പാപം അവനെ അടിമയാക്കുക. നമുക്ക് സ്വാതന്ത്ര്യം, കർത്താവ് എന്ന സ്വാതന്ത്ര്യം ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഈ നല്ല ബുദ്ധി വേണം. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. നല്ല ബുദ്ധി വേണം. ഈ പാപം ഞാൻ ചെയ്താൽ ഞാൻ പരാജയപ്പെടും. അതായിരുന്നു ദൈവദാസനായ ജോസഫ്. പൊത്തിഫേറിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് വന്നപ്പോൾ ജോസഫ് പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല. എന്താ? നല്ല ബുദ്ധി. അതാണ് നല്ല ബുദ്ധി. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു അറിവ്, പാപം ചെയ്യാൻ വേണ്ടിയുള്ള അറിവല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു അറിവ് വേണം. രണ്ടാമതായിട്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുക. ഈ അറിവ് നമ്മൾ അംഗീകരിക്കുക. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലയിച്ചു ചേരട്ടെ, വ്യക്തിത്വത്തിൽ ലയിച്ചു ചേരട്ടെ. നമ്മുടെ കർത്താവ് മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. ഇപ്പോൾ കർത്താവ് ജീവിക്കുന്നതോ ദൈവത്തിനായിട്ട് ജീവിക്കുന്നു. അതുപോലെ നാം പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനായിട്ട് ജീവിക്കുന്ന നിങ്ങളെ തന്നെ എണ്ണുക, കണക്കാക്കുക, അംഗീകരിക്കുക. ഇനി മൂന്നാമതായിട്ടോ, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനായിട്ട് സമർപ്പിച്ചതുപോലെ ഇപ്പോൾ വിശുദ്ധീകരിച്ച് നീതിക്കായിട്ട് സമർപ്പിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ തെറ്റ് ചെയ്യാൻ വേണ്ടി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ ശരി ചെയ്യാൻ വേണ്ടി സമർപ്പിക്കുക.
അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ് രക്ഷിക്കപ്പെടാത്തവരെ നോക്കിയാൽ അറിയാം. ഞാൻ ഈ ബൈബിൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബിവറേജിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കും ആൾക്കാർ. എന്ത് ശാന്തമായിട്ടാണ് നിൽക്കുന്നറിയാം. ഉരുപ്പി കള്ളിന് വേണ്ടി എത്ര നേരം വേണേലും ശാന്തമായിട്ട് നിൽക്കും. പൈസയും കൈ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്തിനാ അവർ ഒരു കുപ്പി കള്ള് വേണം? എത്ര സമയം അതിന് വേണ്ടി മെനക്കെടുന്നത്? ആരെങ്കിലും ബൈബിൾ ക്ലാസ്സിന് വരെ ക്യൂ നിന്നിട്ടുണ്ടോ? ബൈബിൾ ക്ലാസ് കേൾക്കാൻ സഭായത്തിന് ക്യൂ നിന്നിട്ടുണ്ടോ ആരെങ്കിലും? അതാ കർത്താവ് പറയുന്നത്. അതിനെ ഒന്ന് നോക്ക്. അവരാ സമർപ്പിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക. അതുപോലെ തന്നെ ചീട്ടുകളിക്കാർ. ഞാനിന്ന് രാവിലെയും ഭവന സന്ദർശനം, ഈ ഭവന സന്ദർശനം പോകുമ്പം ചില തോപ്പിൽ കൂടിയൊക്കെ, തെങ്ങിൻ തോപ്പിൽ കൂടി പോകുമ്പം ആൾക്കാർ ചീട്ട് കളിക്കാനിരിക്കും. തറയെ കുത്തിയിരുന്ന ചീട്ട് കളിക്കുന്നത്. ഞങ്ങൾ പോയിട്ട് ഈ സുവിശേഷം അറിയിച്ച് വെയിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴും അവരവിടെ നിന്നുകൊണ്ട് ചീട്ട് കളിക്കുക. ഓ, എന്തോരു സമർപ്പണമാണെന്ന് നോക്കിയേ. നമ്മൾ അത്രയും നേരം ഇരിക്കുമോ? പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ മനുഷ്യർ ഇനി ക്രിക്കറ്റ് കളിക്ക് എത്ര രൂപയാണ് മുടക്കുന്നേ? നമ്മൾ എത്ര രൂപ മുടക്കും ആത്മീയ കാര്യത്തിന്? സിനിമയ്ക്കൊക്കെ എത്ര രൂപയാണ് മുടക്കുന്നേ? എവിടെയും പോകത്തില്ലയോ? ഇവിടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. പണ്ട്, അതായത് ഈ രക്ഷിക്കപ്പെടാത്തവർ അവരുടെ ശരീരങ്ങളെ അവരുടെ സന്തോഷത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് പോലെ രക്ഷിക്കപ്പെട്ടവർ ദൈവവചനം പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, നന്മ ചെയ്യുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ, സുവിശേഷം അറിയിക്കാൻ സമർപ്പിക്കുക. ചുമ്മാതിരുന്നാൽ പറ്റത്തില്ല. മടിയന്മാരുടെ ഹൃദയം സാത്താൻ്റെ പണിപ്പുരയാണ്. ഞാൻ ചുമ്മാതിരുന്ന് വിശുദ്ധൈവം നയിക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഒന്നിൽ പാപം ചെയ്യും, അല്ലെങ്കിൽ വിശുദ്ധൈവം നയിക്കും. അതുകൊണ്ട് പണ്ട് തെറ്റായ കാര്യങ്ങൾ നമ്മുടെ അവയവങ്ങളെ ഉപയോഗിച്ചതുപോലെ ഇപ്പോൾ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി അതിലങ്ങ് ലയിക്കുക. ദൈവവചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ, അതുപോലെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഷെയർ ചെയ്യുവാൻ. ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ അതെത്രയോ വിസ്മയമാണ്. അത് ധ്യാനിച്ച് പറയുവാൻ, യഹോവയുടെ ആത്മാവിനെ സംസാരിക്കുന്നു എന്ന് പറയുവാൻ, അങ്ങനെ സംസാരിക്കുവാൻ, ആ കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങളെ വിടുന്നത്. അല്ലെങ്കിൽ ചെറുതും വലുതുമായ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ജീവിതത്തിലിരിക്കും. ദൈവത്തിൻ്റെ പ്രസാദമുള്ള ജീവിതം നയിക്കാൻ കഴിയത്തില്ല. രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതനെ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഈ താഴ്ചയുള്ള ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജഡമനസ്സിൻ്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ നമ്മുടെ ജഡമനസ്സിൻ്റെ പ്രത്യേകത? ഈ ലോകത്തെ സ്നേഹിക്കാനുള്ള വെമ്പൽ നമ്മുടെ ജഡമനസ്സിനുണ്ട്. എല്ലാ വിശ്വാസികളുടെയും ജഡമനസ്സിൻ്റെ ഒരു പ്രത്യേകത ഈ ലോകത്തെ സ്നേഹിക്കാനുള്ള ഒരു വെമ്പലുണ്ടാകും. അതുകൊണ്ട് വേദപുസ്തകം വളരെ ശക്തീകരണം നൽകി നമ്മളോട് പറയുന്നത് നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 14 മുതലുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 14 മുതലുള്ള വാക്യങ്ങൾ. പിതാക്കന്മാരെ, നിങ്ങൾ ആദ്യമുള്ളവനെ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവത്തിൻ്റെ അതിൽ നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. കണ്ടോ, എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. പിതാക്കന്മാരെ, നിങ്ങൾ ആദ്യമുള്ളവനെ അറിഞ്ഞിരിക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞിരിക്കാൻ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശക്തിയും പ്രത്യക്ഷം നിങ്ങളെ അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. അപ്പോൾ പിതാക്കന്മാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മഹിമ കണ്ടതല്ലേ? അത്ഭുതമന്ത്രിയായ ദൈവത്തിൻ്റെ മഹത്വം, വീരനാം ദൈവത്തിൻ്റെ മഹത്വം, സമാധാനപ്രഭുവായ ദൈവത്തിൻ്റെ മഹത്വം, നിത്യപിതാവായ ദൈവത്തിൻ്റെ മഹത്വം, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായ ദൈവത്തിൻ്റെ മഹത്വം, രോഗത്തിൽ സൗഖ്യം തരുന്ന ദൈവത്തിൻ്റെ മഹത്വമല്ലേ. ഈ കർത്താവ് എത്രയോ മഹാനാണ്. നമ്മുടെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാലോ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് അല്ലേ. ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിന് 32-33 വാക്യങ്ങൾ പഠിച്ചാൽ അറിയാം. എങ്കിൽ ഞങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദാനിയേൽ 11-ന്റെ 32-33 വാക്യങ്ങൾ നോക്കിയാൽ മതി. എങ്കിൽ ഞങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എന്താ? ലോകത്തെ സ്നേഹിക്കാൻ പോകത്തില്ലെന്ന് ഈ പിതാവിനെ രുചിച്ചറിഞ്ഞു. എന്താ നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠത? നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ് കേവലം രക്ഷകൻ മാത്രമാണോ? ഈ പ്രപഞ്ചത്തെ തൻ്റെ വചനത്താൽ വിളിച്ചു വരുത്തിയവനല്ലേ. ഓ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലൂടെ കർത്താവിനെ ഒന്ന് അറിഞ്ഞേ. ഈ ലോകം ദൈവവചനത്താൽ ഉളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അറിയണം.
അറിയണം. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അറിയണം. എന്താ ഈ ലോകം ദൈവവചനത്താൽ ഉളവായി എന്ന് എങ്ങനെ അറിയണം? വിശ്വാസത്താൽ അറിയണം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലത്തെയും വിളിച്ചു വരുത്തി എൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവാണെന്ന് ഞാൻ അറിയുക. വിശ്വാസത്താൽ അറിയുക. അപ്പോൾ ആ എബ്രാലേഖന കർത്താവ് വരെ പറയുന്നത് ഈ കർത്താവ് എത്രയോ മഹാനാണെന്ന് നോക്കുവിനെന്നാ, ഇല്ലേ? നമ്മൾ ഈ വിശ്വാസത്താൽ കർത്താവിനെ ഒന്ന് നോക്കിക്കുന്നേ കിട്ടുന്ന സമയമൊക്കെ. ദൂതന്മാരെക്കാൾ വലിയവനാണ്, പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്, മോശയേക്കാൾ വലിയവനാണ്, അഹരോനേക്കാൾ വലിയവനാണ്, ശലോമോനേക്കാൾ വലിയവനാണ്, ദൈവാലയത്തേക്കാൾ വലിയവനാണ്, പവിത്രനാണ്, നിർമ്മലനാണ്, നിർദോഷിയാണ്, പാപികളോട് വേർപെട്ടവനാണ്, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നു. ഈ കർത്താവാണ് എൻ്റെ പ്രാണപ്രിയൻ. ഓ, എത്ര ശ്രേഷ്ഠമായ സത്യമാണ്! പിതാക്കന്മാരെ, നിങ്ങൾ ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കയാൽ, ഈ കർത്താവിനെ അറിഞ്ഞിരിക്കയാൽ. എന്താ ഈ കർത്താവിനെ അറിഞ്ഞാൽ? ആർത്തുല്ലസിക്കത്തില്ലേ? വരുവിന്ന യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടും. സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലും, സങ്കീർത്തനത്തോടെ അവിടുത്തെ സ്തുതിക്കും. യഹോവ മഹാദൈവമല്ലോ, സകലജനങ്ങൾക്ക് മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗം അവിടുത്തെ കരങ്ങളാണ്, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടുത്തേക്കുള്ളതാണ്. അപ്പോൾ എന്ത്? വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കും. സഭായോഗത്തെ ഉപേക്ഷയായിട്ട് വിചാരിക്കുമോ? ഇല്ല, ഒരിക്കലും ഉപേക്ഷയായിട്ട് വിചാരിക്കത്തില്ല. പിതാക്കന്മാരെ, നിങ്ങൾ ആദ്യമുള്ളവനെ അറിഞ്ഞിരിക്കയാൽ. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാൽ. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാൽ. എന്താ ബാല്യക്കാരുടെ ശക്തി? ഏതാ? ശാരീരിക ശക്തിയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലേ? അപ്പോസ്തലനായ പൗലോസൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിച്ചവരാണ്, അല്ലെങ്കിൽ അനുഭവിക്കണം, അല്ലേ? അതാ എഫേസ്യ ലേഖനം 6:10 എഴുതിയിരിക്കുന്നത്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കണ്ടോ? അപ്പം വിശ്വാസികൾ കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണമെന്ന. എങ്ങനെയാണ് കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാൻ കഴിയുന്നത്? ഒന്നാമത് കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കൊരു പഠനം വേണം, ഇല്ലേ? നമ്മുടെ കർത്താവ് എത്രയോ ശക്തിമാനാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം, അവൻ ജ്ഞാനിയും മഹാശക്തനുമാണ്. മാത്രമല്ല വെളിപ്പാട് പുസ്തകം 19:6, വെളിപ്പാട് പുസ്തകം 19:6, അപ്പോൾ മഹാപുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത് ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ! സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, ഈ ശക്തി ധ്യാനിച്ചാൽ, നമ്മുടെ കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചാൽ, ആ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് വ്യാപരിക്കും. ഈ ലോകത്തിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിക്കറ്റ് താരങ്ങളെക്കുറിച്ചോ ചിന്തിച്ചാൽ ഒരു പ്രയോജനമില്ല, 5 പൈസയുടെ പ്രയോജനമില്ല. എന്നാൽ കർത്താവിനെ ധ്യാനിച്ചാലോ ആ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. അതതിൻ്റെ പ്രത്യേകത. അത് മനസ്സിലാക്കണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലെ 6 മുതലുള്ള വാക്യം നോക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലെ 6 മുതലുള്ള വാക്യങ്ങൾ. ഇരുട്ടിൽ നിന്നും വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുളിച്ച ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവദേശത്തിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു. കണ്ടോ? ഈ കർത്താവിനെ നോക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്തിലുള്ള ദൈവദേശത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. തുടർന്ന് എന്താ എഴുതിയിരിക്കുന്നത്? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങൾ അത്രയേ തന്നിരിക്കുന്നത്. എന്താണ് തന്നത്? ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നെങ്കിൽ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നെങ്കിൽ നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്ന നശിക്കുന്നില്ല. ഈ ശക്തി പ്രാപിച്ചവർ എന്ത് ചെയ്യണം? ഈ സന്തോഷം അനുഭവിക്കുന്നവർ, ഏത് പ്രശ്നങ്ങളെയും ശാന്തമായി നേരിടുവാനുള്ള പുനരുത്ഥാന ശക്തി ലഭിച്ചവർ. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാൽ. കണ്ടോ? നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ദൈവം നിങ്ങൾ വസിച്ചിരിക്കുക. ഈ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് വസിക്കണം. വസിച്ചിരിക്കാലെന്ന് അങ്ങനെ ആയിരിക്കും. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് വസിക്കുമെന്ന് കൊലോസ്യർ 3:16, അല്ലേ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിച്ച് നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. എന്താ കാരണം? നാം ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവരാണ്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യം, 1 പത്രോസ് 1:23, കിടുന്ന ബീജത്താലല്ല, കെടാത്ത നിലനിൽക്കുന്ന ജീവനുള്ള ചൈതന്യമുള്ള ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവർ ജന്മഗുണം കാണിക്കും.
അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാൽ, ദൈവവചനം നിങ്ങൾ വസിക്കിയാൽ, ദൈവത്തിൻ്റെ വിത്ത് നിങ്ങൾ വസിക്കിയാൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദുഷ്ടനെ ജയിച്ചെന്ന്. വാസ്തവത്തിൽ നമ്മൾ പരാജയപ്പെട്ട മാതാപിതാക്കളുടെ മക്കളാണ്, ഇല്ലയോ? ഹവ്വ പറഞ്ഞു, പാമ്പ് എന്നെ വഞ്ചിച്ച് ഞാൻ തിന്നുപോയി. തോറ്റുപോയെന്നാണ് അതിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ ചതിയാൽ തോറ്റുപോയവരുടെ സന്തതികളാണ് നമ്മൾ. പിന്നെ നമ്മളെപ്പോഴാണ് ദുഷ്ടനെ ജയിച്ചത്? നമുക്ക് വേണ്ടി ഒരുവൻ ശത്രുവിനെ തോൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയറാവുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താലേ നീക്കി. ജീവപര്യന്തം മരണവിധിയിൽ അടിമനായിരുന്നെ വിടുവിച്ചു. എങ്ങനെയാ? അതിക്രമമൊക്കെ നമ്മൾ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധം പറയുന്ന കയ്യെടുത്ത് ക്രൂശിൽ തറച്ച് മായ്ച്ച് നടുവിൽ നീക്കി വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവർ മേൽ ജയോത്സവം കൊണ്ടാടി നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജയിച്ചു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തരും. ദൈവത്തിന് സ്തോത്രം. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാൽ, ദൈവം നിങ്ങൾ വസിക്കിയാൽ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൽ എന്ത് ചെയ്യരുത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പോൾ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കും. അപ്പോൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവമക്കളുടെ പ്രത്യേകത: 1, ദൈവവചനം അനുസരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ. 2, കർത്താവിനെ അനുഗമിക്കുന്നതിൽ സന്തോഷിക്കുന്നവർ. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നവർ. തമ്മിൽ സ്നേഹിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തുന്നവർ. 5, വിഗ്രഹങ്ങൾ. ഈ ലോകത്തിലെ എല്ലാ മോഹവും, നാശത്താലുള്ള എല്ലാ മോഹവും വിട്ടഴിഞ്ഞിട്ട് കർത്താവിങ്കിലേക്ക് തിരിയുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് ദൈവമേ നിൻ്റെ സന്നദ്ധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും വലതുഭാഗത്ത് പ്രമോദമുണ്ടെന്ന് പറഞ്ഞ് കർത്താവിനെ ആർത്തുല്ലസിച്ച് ജീവിക്കുവാൻ, ഉല്ലസിച്ച് ഘോഷിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.